PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പലതരത്തിലുള്ള ഡൗട്ടുകൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ ഡൗട്ടുകളും ഞാൻ മറുപടി കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ആ ഡൗട്ടുകൾ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരുപാട് പേർക്ക് ഒരുപാട് ക്ലാരിറ്റി കുറവ് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു ക്ലാരിറ്റി കുറവ് മാറ്റാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന്റെ നമ്മൾ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഡൗട്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്. അതിനകത്ത് നമ്മുടെ SCRT പാഠപുസ്തകത്തെ ആസ്പദമാക്കി, സോഷ്യൽ സയൻസിന്റെ SCRT പാഠപുസ്തകത്തെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സിന്റെ പ്രീവിയസ് ഇയർ സെറ്റുകൾ, പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ് ഒക്കെ നമ്മൾ മെറ്റീരിയൽസ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഈ ഒരു മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മെസ്സേജ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ ഡേറ്റ്, അതുപോലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക്, എത്ര പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു, എത്ര അഡ്വൈസുകൾ ഇതുവരെ ഓരോ ജില്ലകളിൽ നിന്നും പോയിട്ടുണ്ട്, എന്താണ് ഈ ജോലിയുടെ ഒരു സ്വഭാവ രീതി, എന്നായിരിക്കും എക്സാം, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 54 ക്ലാസ്സുകൾ ഓൾറെഡി അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കൃത്യമായ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 54 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 54 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാണാത്തവർ കൃത്യമായിട്ട് ഓരോരോ ക്ലാസ്സുകൾ കണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ നമുക്ക് നോക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കാറ്റഗറി നമ്പർ 527/2024 ആണ്. ഇതിന്റെ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് എത്രയാണ്? 527/2024. ലാസ്റ്റ് ഡേറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2025 ആണ്. അപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് വരെ 11-ാം തീയതി വരെ കാത്തു നിൽക്കാതെ ഉടനെ തന്നെ പോയി എന്ത് ചെയ്യുക? കൺഫർമേഷൻ നൽകുക കേട്ടോ. ഇനി ലിസ്റ്റിന് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് 2 വർഷം പിന്നിട്ടു. ഇപ്പൊ നിലവിലുണ്ടായ ലിസ്റ്റ് 2 വർഷം പിന്നിട്ടു. ഈ ലിസ്റ്റിന് 1 വർഷം കൂടെയാണ് കാലാവധി ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഏതൊരു PSC ലിസ്റ്റ് നിലവിൽ വന്നാലും 3 വർഷമാണ് അവന്റെ കാലാവധി. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നേരത്തെ വന്ന ലിസ്റ്റ് ഓൾറെഡി 2 വർഷം പിന്നിട്ടിട്ടുണ്ട്. നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം 14 ജില്ലകളിലായിട്ട് 1800-ന് മുകളിൽ അഡ്വൈസുകൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 1800 ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇപ്പൊ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിസ്റ്റിന് കാലാവധി 3 വർഷമുണ്ട്. നിലവിൽ ലിസ്റ്റ് വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷം ആയപ്പോഴത്തേനും 1800 പേർക്കോളം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമന്റ് ബോക്സ് ഉണ്ട്, ഇത് എന്തിനു വേണ്ടി പഠിക്കുന്ന, ഈ ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല, വെറുതെയാണ്. നിങ്ങൾ ഈ അങ്ങനെയുള്ള കമന്റ് കണ്ട് നിങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. കമന്റുകൾ അങ്ങനെ പലതും വരും. അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ല, ഇവർക്ക് ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 2 വർഷം കൊണ്ട് 1800-ന് മുകളിൽ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ 2 വർഷം കൊണ്ട് 1800 മുകളിൽ അപ്പോയിന്റ്മെന്റ് നടന്ന സ്ഥിതിക്ക് 1 വർഷം കൂടെ ബാക്കിയുണ്ട്. 2026-ലാണ് ലിസ്റ്റ് അവസാനിക്കുക. അതിപ്പോ 2025 എന്താണ്, പകുതി പോലും ആയിട്ടില്ല. അപ്പൊ 2026 ലിസ്റ്റ് അവസാനിക്കുമ്പോ ഇനി അത് 1800 എന്ന് പറയുന്ന ഒരു 2000-ന് 2200 ആ ഒരു രീതിയിൽ വരെ ലിസ്റ്റ് നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 2000, 2100, 200 എന്നൊക്കെ പറയുന്നത് ചെറിയൊരു തുകയാണ്, ചെറിയൊരു സംഖ്യയാണോ? ഒരിക്കലും ചെറിയൊരു സംഖ്യയല്ല. അതൊരു വലിയ സംഖ്യ തന്നെയാണ്. നിയമനം സാധ്യത തന്നെയുള്ള ലിസ്റ്റാണ് എന്ത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഈ കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് അങ്ങനെ ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇത്രയും മാത്രം നിയമനം നടക്കുന്നുണ്ട്. 1800 നിയമനം 2 വർഷമായ ഒരു ലിസ്റ്റിൽ നിന്ന് ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് വലിയ കാര്യം തന്നെയാണ്. അത്രയും കുടുംബങ്ങൾ അല്ലെങ്കിൽ അത്രയും പേർക്ക് ഒരു പക്ഷെ ജോലി കിട്ടി, അവർ അത്രയും പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനിയും ഈ ഒരു വർഷം കൂടെ കാലാവധി ഉണ്ട്. അപ്പൊ ആ ഒരു വർഷത്തിൽ ഇനിയും അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നതായിരിക്കും കേട്ടോ. ഇനി 2026-ലായിരിക്കും ലിസ്റ്റ് നടക്കുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലും മികച്ച രീതിയിലുള്ള 1-2 ജില്ലകളിൽ കുറച്ച് നിയമനം കുറവുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ എന്താണ്, നമുക്ക് എത്രമാത്രം വേക്കൻസി ചിലപ്പോൾ വരുന്നു പറയാൻ പറ്റില്ല. 1-2 ജില്ലകളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മിക്ക ജില്ലകളിലും നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്. ഓരോ ജില്ലകളെയും തന്നെ നമുക്ക് എടുത്ത് വിശദമായിട്ട് പരിശോധിക്കാം കേട്ടോ. ഇനി
എക്സാം ഡേറ്റ് എന്നാണ്. എക്സാം ഡേറ്റ് നിലവിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് PSC പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓഗസ്റ്റ് അവസാനം നടക്കാൻ ഒന്നുകിൽ ഓഗസ്റ്റ് അവസാനമോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവുമായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കാനുള്ളത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇനിയും സമയം, ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു 2-2.5 മാസം ഇനി നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് കേട്ടോ. 2.5 മാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. ഈ കാലയളവ് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഒരു പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യാതെ നിങ്ങൾ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ എന്താണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശ്രമിച്ചിരുന്നു, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്ന് നമുക്ക് നാളെ വിഷമിക്കാൻ, നാളെ ഞാൻ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് വിചാരിക്കുകയാണ്, പക്ഷെ അന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കായിരുന്നു, അന്ന് അത്രയും പേർക്ക് ജോലി കിട്ടി, എന്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി, അന്ന് ഞാൻ പഠിക്കായിരുന്നു, പക്ഷെ അന്ന് 2.5 മാസം ഞാൻ പഠിച്ചായിരുന്നെങ്കിലോ എന്ന് നാളെ ദുഃഖിക്കാൻ ഇടവരരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നേ പഠിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ശ്രമിക്കുക. ഒരു പക്ഷെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് കവർ ചെയ്ത ഒട്ടുമിക്ക PSCയുടെ സിലബസ് കവർ ചെയ്ത പോലെ തന്നെയാണ്. കാരണം എല്ലാ ജനറൽ PSC പരീക്ഷകൾക്കും ഏകദേശം 1-2 ടോപ്പിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഈ സിലബസിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മാക്സിമം ഈ 2.5 മാസം നിങ്ങൾ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്ത് ശ്രമിക്കും. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കടമ മറികടക്കാൻ സാധിക്കും. ഈ 2.5 മാസം നിങ്ങൾ ഒന്ന് കഷ്ടപ്പെടാൻ മാത്രം തയ്യാറായാൽ മതി. ഈ 2.5 മാസം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുത്ത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷെ ഇത് ഫെയിൽ ആയി പോയാൽ പോലും ഈ ഒരു നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം വേറെ ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഫെയിൽ ആയി പോകുമെന്ന് വിചാരിക്കണ്ട. പകരം എന്ത് ചെയ്യുക, എനിക്കിത് ഉറപ്പായിട്ടും കിട്ടും, ഞാൻ ശ്രമിച്ചാൽ കിട്ടും, ശ്രമിച്ചാൽ കിട്ടാത്ത കാര്യം ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു 3 ടിപ്പുകൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാം. എന്തായിരുന്നു ആ 3 ടിപ്പുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. 3 ടിപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഈ 3 ടിപ്പുകൾ നിങ്ങൾ ഈ 2.5 മാസം സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് റാങ്ക്. PSC എന്ന് പറഞ്ഞാൽ അത്ര വലിയ നിങ്ങൾ ആ എഫേർട്ട് അത്രമാത്രം നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് എവിടെയാണ്, ഹാർഡ് വർക്കിനല്ല എഫേർട്ട് ഇടേണ്ടത്, സ്മാർട്ട് വർക്കിന് വേണം എഫേർട്ട് ഇടാൻ. എന്താണ് ആ സ്മാർട്ട് വർക്ക്? ആ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ 3 ടിപ്പ് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. 2.5 മാസം ഞാൻ ഈ പറഞ്ഞ 3 ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടും. അപ്പോൾ ആ 3 ടിപ്പുകൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഡീറ്റെയിൽഡ് വീഡിയോ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല, കണ്ടവർക്ക് വീണ്ടും ബുദ്ധിമുട്ടാവും. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് സിലബസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല ഈ സിലബസിൽ. കുറെ ഉദ്യോഗാർത്ഥികൾ സ്പെഷ്യൽ ടോപ്പിക് കൊണ്ട് പഠിച്ചു വെക്കും. നിങ്ങൾ വെറുതെ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കല്ലേ മക്കളെ. സ്പെഷ്യൽ ടോപ്പിക് ഈ ഒരു ഇതിന് ഇല്ല, സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് വെറുതെ പഴയ സിലബസ് വെച്ച് പഠിക്കരുത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇനി എന്താണ് ഈ ജോലിയുടെ സ്വഭാവം? ഇത് മാവേലി സ്റ്റോർ, അതുപോലെ തന്നെ മാവേലി സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ പീപ്പിൾ ബസാർ, സപ്ലൈകോ ഇവിടങ്ങളിലൊക്കെ അസിസ്റ്റന്റ്, അതായത് സെയിൽസ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മാവേലി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടുത്തെ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ ഉണ്ടായിരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനാണ് നിൽക്കുന്നത്. ഇപ്പൊ കൂടുതലും മാവേലി സ്റ്റോറുകളൊക്കെ സൂപ്പർ മാർക്കറ്റ് രീതിയിൽ തന്നെയാണ്. സാധനങ്ങളൊക്കെ അവിടെ റോയിൽ ഉണ്ടാവും, നമുക്ക് പോയി എടുക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിഴി കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരും ചായപ്പൊടി, പഞ്ചസാര ഇതൊക്കെ അപ്പൊ കിഴി കെട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഫ്രീ ടൈമിൽ കെട്ടി റോയിൽ അടുക്കി വെക്കുകയാണ് ചെയ്യുക. നേരത്തെ കാലം കുറച്ചുകൂടി ഈസിയാണ് ഇപ്പൊ ഈ ജോബ് എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ചിലപ്പോൾ മാനേജർ പോസ്റ്റ് കൂടി ആവാം. കാരണം ഈ മാവേലി സ്റ്റോറിൽ അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാനേജർ പോസ്റ്റും ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു മറ്റുള്ള ജോലി അപേക്ഷിച്ചൊരു ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 to 5 ജോബ് അല്ല ഇത്. ഇത് നേരത്തെ പോകേണ്ടി വരും. 9:30 ആ ഒരു ടൈമിലൊക്കെ മാവേലി സ്റ്റോറൊക്കെ അറിയാം, നേരത്തെ ഓപ്പൺ ചെയ്യണം. അതിൽ 7 മണി വരെ നിൽക്കേണ്ടി വരും. അതിൽ ഓണം, വിഷു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുറച്ച് ഓവർ ടൈം ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഓവർ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, മാവേലി സ്റ്റോറൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും. വിഷു, അതുപോലെ ഓണം അങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിലൊക്കെ സാധനം മേടിക്കാൻ ഒരുപാട് പേര്. ഇതൊക്കെയാണ് ഇവന്റെ ഒരു ജോലി സ്വഭാവം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഇവന്റെ ജോലി എന്ന്. അപ്പൊ അതുകൊണ്ട് അത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെ ജോലി അങ്ങനെയുള്ള നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടി പോകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ചുമ്മാ ഒരു അസിസ്റ്റന്റ്, ഞാൻ ഇത്രയും പഠിച്ചിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ട് പോയി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി മേടിച്ചെടുക്കാനായിട്ട് നോക്കുക. അത് പിന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കേട്ടോ, അല്ലാതെ ഡിഗ്നിറ്റി ഉള്ള പോസ്റ്റ് മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്ന് വിചാരിക്കുന്നവർ അങ്ങനെയുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക. അതല്ല, എനിക്കൊരു സർക്കാർ ജോലി വേണം, അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം എങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം സിലബസ് നമുക്ക് കുറച്ചുകൂടി അത്ര വലിയ ടഫ് സിലബസ് ഒന്നും അല്ല, പഠിക്കാൻ എളുപ്പത്തിനുള്ള സിലബസ് ഒക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിയമനം കുറവല്ല. നിയമനം കുറവാന്നോർത്ത് പഠിക്കാതിരിക്കല്ലേ. 1800 മുകളിൽ നിലവില്
ഇതുവരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം 1500 മുകളിൽ അപ്പോയിന്റ്മെന്റ് 2 വർഷം കൊണ്ട് പോയിട്ടുണ്ട്. 1 വർഷം കൂടെ ബാക്കിയുണ്ട്. ഇനി നിയമനം കൂടും. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലും പരീക്ഷ എഴുതി വരുന്ന ലിസ്റ്റിലും ഇതുപോലെ തന്നെ നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അപ്പൊ ഇനി കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്കും ഇതുവരെ ഓരോ ജില്ലകളിൽ എത്ര പേർക്ക് ലിസ്റ്റിൽ വന്നു എന്നാണ് ലിസ്റ്റിന്റെ ഡേറ്റ് വന്നു തുടങ്ങിയ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തിരുവനന്തപുരം ജില്ലയില് 331 പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് 331 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. 66,000 തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 892 പേര് തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 2/6/2023 ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയില് 308 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. 64,000 കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 910 പേര് കൊല്ലം ജില്ലയുടെ ലിസ്റ്റില് ഇടം മേടിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 27/5/2023 പത്തനംതിട്ട ജില്ലയിൽ 86 പേരാണ് ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടുള്ളത്. 61 പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 392 പേർക്ക് ലിസ്റ്റിൽ ഇടം മേടക്കാൻ സാധിച്ചു. 15/5/2023 ലിസ്റ്റ് നിലവിൽ വന്ന ദിവസം. അപ്പൊ നിങ്ങൾ വീണ്ടും ആവർത്തിക്കാണ്, സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് SCRT പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. അടുത്ത ആലപ്പുഴ ജില്ലയാണ്. 131 പേരാണ് ഇതുവരെ ആലപ്പുഴ ജില്ല നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുള്ളത്. 61.67 ആയിരുന്നു ആലപ്പുഴ ജില്ലയുടെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. 599 പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചു. 9/5/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. കോട്ടയം ജില്ലയ്ക്ക് 86 പേരാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. 63 കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 586 പേർക്ക് കോട്ടയം ജില്ലയിലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 9/5/2023 കോട്ടയം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എറണാകുളം ജില്ലയ്ക്ക് ഇതുവരെ 177 പേർക്ക് നിയമനം ലഭിച്ചു. 64.67 എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക്. 504 പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 30/5/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിൽ 37 പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. 57.33 ഇടുക്കി ജില്ലയുടെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വന്നേക്കുന്നത്. 504 പേര് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. 30/5/2023 ഇടുക്കി ജില്ലയുടെ ലിസ്റ്റ് നിലവിൽ വന്നത്. തൃശൂർ ജില്ലയുടെ ഇതുവരെ നിയമനം ലഭിച്ചത് 177 പേർക്ക് തൃശൂർ ജില്ലയിൽ ഇതുവരെ നിയമനം ലഭിച്ചിട്ടുണ്ട്. 66.33 തൃശൂർ ജില്ലയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത്. 598 പേര് തൃശൂർ ജില്ലയില് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 9/5/2023 തൃശൂർ ജില്ലയുടെ ലിസ്റ്റ് നിലവിൽ വന്നത്. പാലക്കാട് ജില്ലയിൽ 112 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. 65.33 കട്ട് ഓഫ് എന്ന് പറയുന്നത്. 598 പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 28/4/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 145 പേർക്ക് നിയമനം ലഭിച്ചു. കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് 66 ആയിരുന്നു. 752 പേര് ലിസ്റ്റിൽ വന്നു. 28/4/2023 കോഴിക്കോട് ജില്ലയുടെ ലിസ്റ്റ് നിലവിൽ വന്നത്. മലപ്പുറം ജില്ലയ്ക്ക് 155 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. 63 മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ്. 730 പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചു. 23/5/2023 ലിസ്റ്റ് നിലവിൽ വന്നു. വയനാട് ജില്ലയ്ക്ക് ഇതുവരെ 51 പേർക്ക് നിയമനം ലഭിച്ചു. 62 കട്ട് ഓഫ്. 300 പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചു. 27/4/2023 ലിസ്റ്റ് നിലവിൽ വന്നു. കണ്ണൂർ ജില്ലയ്ക്ക് 94 പേർക്കാണ് ഇതുവരെ ജോലി ലഭിച്ചിട്ടുള്ളത്. 66 കട്ട് ഓഫ്. 598 പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചു. 26/4/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. കാസർഗോഡ് ജില്ലയുടെ 27 പേർക്കാണ് നിയമനം ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. കട്ട് ഓഫ് 60.67 457 പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് നിലവിൽ വന്നത് 26/5/2023 ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ത് റേഞ്ച് കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണ വന്നു, എത്ര പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. അങ്ങനെ മൊത്തം 1800 മുകളിൽ നിലവിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം കൂടെ ഉണ്ട്. അപ്പൊ 2000, 2100, 200 റേഞ്ചിൽ നമുക്ക് നിയമനം പ്രതീക്ഷിക്കാം. ആ ഒരു നിയമന സ്കെയിൽ നിങ്ങളുടെ ഇനി ഈ വരുന്ന പരീക്ഷയുടെ ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ ജോലി സാധ്യതയുള്ള പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം. ഇനി നിങ്ങളുടെ മുമ്പിൽ 2.5 മാസമുണ്ട്. ആ 2.5 മാസത്തെ നിങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് മുഴുവൻ സപ്പോർട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇതുവരെ 54 ക്ലാസ്സുകൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക. 200 ഡേ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. തുടർ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. മെറ്റീരിയൽസ് നമ്മൾ മുഴുവൻ നൽകുന്നതായിരിക്കും. മെറ്റീരിയൽസ് വേണ്ടവർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. മുഴുവൻ സപ്പോർട്ട് എന്നിൽ നിന്നുണ്ടാകും. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്റെ കൂടെ നിന്ന് ഇതിന് വേണ്ടി നടത്തുക കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ഇഷ്ടപ്പെടുവാണെന്ന് കമന്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ലൈക്ക് കൂടെ അടിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.